ഓക്കെ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 2 ആഴ്ചയാണ് ബാക്കി നിൽക്കുന്നത്. ഏതൊരു തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ, തിരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയങ്ങൾ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമായിരിക്കണം എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വികസനത്തിലും ക്ഷേമത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങളാണ് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിലുടനീളം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. പ്രത്യേകിച്ചും 10 വർഷം നീണ്ട ഇടതുപക്ഷ ഭരണത്തിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം അതിശയകരമാണ്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറി എന്നതാണ് വസ്തുത. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്താണ് കേരളം തുടരുന്നത്. ഏത് രംഗമെടുത്താലും ഈ മികവ് കാണാൻ പറ്റും. മുൻപ് വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ 28-ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, സംസ്ഥാനം. എന്നാൽ ഇപ്പോൾ 28-ാം സ്ഥാനത്ത് നിന്നും അക്കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കേരളം എത്തി. ഞാൻ ഓരോ മേഖലയിലെ നേട്ടങ്ങൾ ഇങ്ങനെ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന മഹത്തായ നേട്ടങ്ങൾ, കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ വൻകിട വികസന പദ്ധതികൾ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയ ക്ഷേമ നടപടികൾ, ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ബാക്കി പത്രമെന്ന നിലയിൽ ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ അവതരിപ്പിക്കുകയും പുതിയ കേരളത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഈ വികസനത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുമായി പങ്കുവയ്ക്കുകയും ഒക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വികസനവും ക്ഷേമവും ചർച്ച ചെയ്യാൻ UDF സന്നദ്ധമേ അല്ല. UDF ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടാ എന്നൊരു നിലയാണ് സ്വീകരിച്ചതായി കാണുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിവാദത്തിൽ മുക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഈ അജണ്ടയോടുകൂടിയാണ് UDFൻ്റെ നേതൃത്വം മുൻപോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയ അവിവേകത്തിനാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും കൂട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുടെ പ്രസംഗം ഈ രാഷ്ട്രീയ അവിവേകത്തിന് അടിവരയിടുന്നതാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ ആരോപിക്കുന്നത് ഡീലുണ്ട് എന്നാണ്. CJP എന്ന് പറയുന്നത്. CJP എന്നത് യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ കോൺഗ്രസ് ജനതാ പാർട്ടിയാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം പ്രകടമായിട്ടുള്ളതാണ്. ഒരു രഹസ്യമല്ല, ഒരാരോപണവുമല്ല. കോൺഗ്രസിൻ്റെയും RSSൻ്റെയും ബാന്ധവം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കേരള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തെ RSS പിന്തുണയ്ക്കുന്നത് വിമോചന സമരത്തെയാണ്. വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിലാണ്, അഥവാ 2-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കേരളത്തിൽ ജനസംഘം മത്സരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 4 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് വന്നാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രചരണം ഒരു ഘട്ടം പിന്നിട്ടപ്പോഴാണ് കോൺഗ്രസുമായി ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ, പ്രചരണം നടക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളെ പിൻവലിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി A. രാഘവൻ നായരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ കോൺഗ്രസിനും ജനസംഘത്തിനും സംയുക്ത സ്ഥാനാർത്ഥിയാണ്. RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ചു. ഇതൊരു രഹസ്യധാരണയല്ല, പരസ്യമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. EMSനെ തോൽപ്പിക്കാൻ 60-ൽ കേരളത്തിലുണ്ടാക്കിയ ഡീലാണ് ഇന്നും തുടരുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഡീലാണ്. ആ ഡീലാണ് CJP എന്ന പേര് കോൺഗ്രസ് ജനതാ പാർട്ടിക്കാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേരുക എന്ന് തെളിയിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ 1971-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും
പാലക്കാട് AKGയെ തോൽപ്പിക്കാൻ ഇതേ ഡീലുണ്ടായി. അത്തവണ സ്ഥാനാർത്ഥിയായി വന്നത് RSSന്റെ ജില്ലാ കാര്യവാഹകാണ് പ്രൊഫസർ TC ഗോവിന്ദൻ. കോൺഗ്രസിൻ്റെ കൂടി സ്ഥാനാർത്ഥിയായി, സംയുക്ത സ്ഥാനാർത്ഥി. ഈ രണ്ട് പരീക്ഷണങ്ങളെയും ജനം തള്ളിക്കളഞ്ഞു എന്നത് വേറൊരു കാര്യം. പിന്നെ 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പരസ്യബാന്ധവം ഉണ്ടായത്. വടകരയും ബേപ്പൂരും നമ്മളെല്ലാവരും സമീപകാല സംഭവം എന്ന നിലയിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ വടകരയും ബേപ്പൂരും കോലി സഖ്യം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് പൊട്ടി വീണതല്ല. 60-ൽ ആരംഭിച്ച പരസ്യബാന്ധവം തുടർന്നു വരുന്നതാണ്. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും രഹസ്യമായും ചിലയിടത്ത് പരസ്യമായുമെല്ലാം ഈ കൂട്ടുകെട്ട് മുൻപോട്ട് വന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ള ഒരു കൂട്ടുകെട്ടല്ല, എല്ലായ്പ്പോഴും ഈ കൂട്ടുകെട്ട് പ്രബലമായി. ഇടതുപക്ഷത്തിനെതിരെ, വിശേഷിച്ച് CPIMനെതിരെ ഏത് രംഗത്തും ഈ കൂട്ടുകെട്ട് ദൃഢമായി നിന്നു. ഇപ്പോൾ പ്രവീൺ തൊഗാഡിയ പാലക്കാട് കോഴിക്കോട്ട് വന്ന് വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയപ്പോൾ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു. ആ കേസ് പിൻവലിക്കണമെന്ന RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വിനീത വിധേയരായി ആ കേസ് പിൻവലിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം MG കോളേജിൽ വെച്ചാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞു കൊല്ലാൻ RSS ക്രിമിനൽ സംഘം ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും വധശ്രമത്തിന് കേസെടുത്തു. ആ പോലീസ് ഓഫീസറുടെ കാല് തന്നെ അന്ന് ബോംബാക്രമണത്തിൽ ചിതറുകയുണ്ടായി. RSSന്റെ അന്ത്യശാസനം വന്നു, ഇപ്പോൾ പിൻവലിക്കണം കേസ്. ഒരു മടിയും കൂടാതെ കേസ് പിൻവലിച്ചു കൊടുത്തു. കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് സംഘടനയുടെ താല്പര്യപ്രകാരം പിൻവലിച്ചു കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് KPCCയുടെ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, കണ്ണൂരിലെ പാർലമെന്റ് അംഗം, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്ന് പരസ്യമായി പ്രസംഗിച്ചത്. ഇപ്പം ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് പുകമറ സൃഷ്ടിക്കുന്നവർ ഈ പർവ്വത സമാനമായ യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കരുത്. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പ്രസംഗം. ഇതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഗോൾവൾക്കറുടെ ചിത്രത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുരിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തി ഗോൾവൾക്കറിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടി എന്നതാണ്. ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSS എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്? അങ്ങനെ ഒരു ക്ഷണം വന്നാൽ എന്തുകൊണ്ടാണ് ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചത്? 2006 തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ RSSുമായി ഡീലുണ്ടാക്കി, ആ ഡീലിൻ്റെ കൂടി ഭാഗമായി ജന്മശതാബ്ദി ആഘോഷം, ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് സംബന്ധിച്ച് വിമർശനമുയരുമ്പോൾ, ചോദ്യം ചോദിക്കുമ്പോൾ ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന മറുപടിയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യമല്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തോട് ആരാണ് പുസ്തക പ്രകാശനത്തെക്കുറിച്ച് ചോദിച്ചത്? അതിനെക്കുറിച്ച് ആരാണ് വിമർശനം ഉന്നയിച്ചത്? അതിലും നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച് വിമർശനം ഉണ്ടാവാം, അതവിടെ നിൽക്കട്ടെ. വിമർശനം ഉയർന്നു വന്നത് 2006 RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക ഗോൾവൾക്കർ, അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്? വിചാരധാര എഴുതിയ RSSന്റെ ആചാര്യനാണ്. ആ വിചാരധാരയിലാണ് ആഭ്യന്തര ഭീഷണി എന്ന ഭാഗത്ത് 19 മുതൽ 21 വരെ അധ്യായങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് വിചാരധാര എന്ന RSSന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച RSSന്റെ സർസംഘചാലകാണ് ഗോൾവൾക്കർ. 19ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് മുസ്ലിങ്ങൾ എന്നാണ്. ഒരു അധ്യായം മുഴുവൻ അതാണ്, ഇന്ത്യയുടെ ഭീഷണി. 20ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് ക്രിസ്ത്യാനികൾ എന്നാണ്, ഒരു അധ്യായം മുഴുവൻ അതാണ്. 21ാമത്തെ അധ്യായം കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരും ഇന്ത്യയുടെ ഭീഷണിയാണ്, ഇവരെല്ലാം തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകിൻ്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ അന്ന് RSS ക്ഷണിച്ചു? അതാണ് ചോദ്യം. അതിന് മറുപടി പറയണ്ടേ? 60-ൽ EMSനെതിരായി RSS ഡീലുണ്ടാക്കിയതിനെ ഇപ്പം മറുപടി പറയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അതൊന്നും മറുപടിയില്ല.
അതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. സത്യം സത്യമായി ചരിത്രത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. വർഗീയ വലതുപക്ഷ സഖ്യത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് അതെല്ലാം. 71-ൽ AKGയെ തോൽപ്പിക്കാൻ RSSും കോൺഗ്രസും കൈകോർത്തതിന് ഇപ്പം മറുപടി പറയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല ആർക്കും. വടകരയും ബേപ്പൂരും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ എന്തിന് RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ ക്ഷണം സ്വീകരിച്ച് RSSന്റെ ഇഷ്ടക്കാരനായി അവിടെ പോയി എന്ന് ചോദിക്കും? അതിന് മറുപടി പറയാതിരുന്നിട്ട് കാര്യമില്ല. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. കേരളം ചോദിക്കും. നിങ്ങൾ പിന്നെയും പിന്നെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി പറ. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കേരളത്തോട് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയേണ്ടതാണ്. ഇനി ഇങ്ങനെ RSS പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതാണ്. ആ ചോദ്യം എത്ര കാലം കഴിഞ്ഞാലും കേരളത്തിൽ അവശേഷിക്കുന്ന ചോദ്യമാണ്. അതിന് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല. കുറെ കൂടി വിവേകത്തോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പെരുമാറേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതാക്കി മാറ്റാൻ, നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ദയനീയമായി പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതിവിടെ മാത്രമല്ല, ഇന്ത്യ കൂട്ടായ്മയെ തന്നെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ അവിവേകമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ളത്. ഇപ്പം മനീഷ് സിസോദിയയും കെജ്രിവാളും ഇരുവരെയും ജയിലിലടയ്ക്കാൻ RSSന് ചൂട്ടുകത്തിച്ചു കൊടുത്തത് ആരാണ്? കോൺഗ്രസും RSSും കൈകോർത്തല്ലേ ഈ രണ്ടുപേരെയും ജയിലിലടച്ചത്? ഇപ്പോൾ കള്ളക്കേസാണെന്ന് വ്യക്തമായി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയേണ്ടതാണ്. ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്ന ഈ സമീപനം ആത്യന്തികമായി സംഘപരിവാരത്തിന് NDAയ്ക്കാണ് ഗുണം ചെയ്യുക എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും സംഘപരിവാരത്തിന് ഗുണം ചെയ്യുന്ന നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുന്നതാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളുടെ തന്നെ വിശ്വാസം നേടുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നത്. അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറാവണം. തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പായി നേരിടാൻ തയ്യാറാവണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണം. ഒപ്പം എത്ര കഴിഞ്ഞാലും ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ പ്രിയങ്കരനായി പോയതിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കുകയും വേണം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യവും, ഇപ്പോൾ നാട് കണ്ട ഏറ്റവും വലിയ സമീപകാല ദുരന്തമായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. അതിനെ ഒരു അവസരമായി, പണപ്പിരിവിനുള്ള അവസരമായിട്ടാണ് കോൺഗ്രസ് മാറ്റിയത്. പോഷക സംഘടനകൾ ദുരന്തങ്ങളെ പണപ്പിരിവിനുള്ള അവസരമാക്കി മാറ്റുന്നത് മനുഷ്യർക്ക് ചേർന്ന ഒരു കാര്യമല്ല. ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചതഞ്ഞറിഞ്ഞ ഛിന്ന ഭിന്നമായ മൃതദേഹങ്ങൾ വെച്ചാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത്. ആ പണം സംബന്ധിച്ച്, അത് ചെലവഴിച്ചത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇതിനോടകം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് തൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ പണം ഉണ്ട് എന്നാണ്. അദ്ദേഹം പതിവായി പറയുന്ന മറ്റു നുണകൾ പോലെ ഇതും സത്യത്തിൻ്റെ കണികയില്ലാത്ത പ്രസ്താവനയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഏത് അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചത്? എത്ര പണം പിരിച്ചു? ഇത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതാണ്, അതും ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത്. എത്ര തുക പിരിച്ചു? ആ പണം എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞത് കളവാണ് എന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അത് കളവാണ് എന്ന് വ്യക്തമായി. ഏത് അക്കൗണ്ടിലാണ് പണം? എത്രയാണ് പണം? വീടൊന്നും വെക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ നാട് കണ്ട മഹാദുരന്തത്തിൻ്റെ മുന്നിൽ മൃതശരീരം കാണിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അങ്ങനെ മോഷ്ടിക്കുന്നത് നാടിന് നാണക്കേടാണ്. അതിൻ്റെ കണക്ക് പറയണം. എത്ര പണം കിട്ടി? ഏത് അക്കൗണ്ടിൽ? പറഞ്ഞത് കളവ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന് മറുപടി കോൺഗ്രസ് നേതൃത്വം പറയണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ.
ഈ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒരിക്കൽ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വിശദമായി മറുപടി പറയുണ്ടായി. പക്ഷെ അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ്ടും അതേ കാര്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് RSSന്റെ അതിഥിയായി സർസംഘചാലകന്റെ ജന്മശതാബ്ദിയിൽ പങ്കെടുത്തത് എന്ന വിമർശനത്തിന് മാത്രം മറുപടിയില്ല. ഇത് എന്ത് മറുപടിയാണ്? അതാണോ ഇതിന്റെ മറുപടി? അല്ല, ഞാൻ ഇതിന്റെ മറുപടി പറയായിരുന്നു. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയായിരുന്നു. അപ്പോ മറ്റേ സഹിക്കോ വയ്യാതെ നിങ്ങൾ എടുത്ത് ചാടിയിട്ട് ചോദിക്കുകയാണ് ഈ ഇത് കുത്തിക്കൊടുത്തതിന് മറുപടി ഇല്ലേ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയും. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നമേ വേണ്ട. എനിക്കാണെങ്കിൽ ഇന്നൊരു അല്പസമയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് എന്തായാലും മറുപടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു വരികയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതിന് വിശദമായ ഒരു മറുപടി നിയമസഭയിൽ മുമ്പ് പറഞ്ഞിരുന്നു. എന്നിട്ടും അത് ആവർത്തിക്കുകയാണ്. പക്ഷെ ആ ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹത്തിനെതിരായി ഉയർന്ന വിമർശനത്തിന് ഒരു വരിയില്ല, ഒരക്ഷരമില്ല, മറുപടിയില്ല. അപ്പൊ അതിന് മറുപടി ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് ഒരു ചോദ്യമായി നിൽക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, പലതവണ മറുപടി പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ടും നിങ്ങളിൽ ചിലർക്കൊക്കെ ഇപ്പോഴും അത് മറുപടി ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയാം. പച്ച കള്ളമാണ് അദ്ദേഹം ആ പോസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. 77-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 77-ലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, അന്നത്തെ സഖ്യം എങ്ങനെയായിരുന്നു, ധാരണ എങ്ങനെയായിരുന്നു, ചരിത്രബോധത്തിന്റെ കണികയുള്ള ഏതൊരാൾക്കും അറിയാം. 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജനാധിപത്യ അവകാശങ്ങളെല്ലാം തുറങ്കിലടക്കപ്പെടുന്നു. 3 ലക്ഷം ആളുകൾ അന്ന് ഇന്ത്യയിൽ ജയിലിലടക്കപ്പെട്ടു എന്നാണ് കണക്ക്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകണ്ട. അത്തരമൊരു ഘട്ടത്തിൽ ഈ രാജ്യമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തുറങ്കിലടക്കപ്പെട്ട ബുൾഡോസർ രാജിൻ്റെ ഒരു കാലത്ത്, ഇന്ത്യയിലെ ജയിലുകൾ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരു കാലത്ത്, അവസാനം അടിയന്തരാവസ്ഥ പിൻവലിച്ച ഘട്ടമായപ്പോൾ ജയപ്രകാശ് നാരായണന്റെയും മറ്റും ആഹ്വാനപ്രകാരം പ്രതിപക്ഷമെല്ലാം ഒരുമിക്കണം എന്ന ആഹ്വാനമുണ്ടായി. ആ ആഹ്വാനത്തിൻ്റെ ചുവട് പിടിച്ച് അന്ന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. ഏതൊക്കെ പാർട്ടി? ഭാരതീയ ലോക്ദൾ, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, ഇതൊക്കെ അന്ന് പിരിച്ചുവിട്ടു. എന്നിട്ട് രൂപീകരിച്ചതാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയിൽ ജനസംഘവും പിരിച്ചുവിട്ട് അതിൽ ചേർന്നു. അതാണ് വസ്തുത. ജനസംഘം ഉൾപ്പെടെയുള്ള, സ്വതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ള, സോഷ്യലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനാ കോൺഗ്രസും ഭാരതീയ ലോക്ദളും എല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ച് പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് ജനതാ പാർട്ടി. ഭാരതീയ ലോക്ദളിന്റെ ചിഹ്നമാണ് കലപ്പയന്തിയ കർഷകനാണെന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉപയോഗിച്ചത്. എന്നാൽ CPIM ആ പാർട്ടിയിൽ ചേരാനോ പിരിച്ചുവിടാനോ പോയില്ല. പക്ഷേ ജനതാ പാർട്ടിയുമായി സഹകരിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് ജനസംഘമില്ല, ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ. അത് 77-ലെ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ 77-ൽ ജനതാ പാർട്ടി എന്ന് പറയുന്നത് മതനിരപേക്ഷ സ്വഭാവത്തോടുകൂടി നിലനിന്നൊരു പാർട്ടിയാണ്. അധികം കഴിയുന്നതിന് മുൻപ് അതിലുള്ള ചില ആളുകൾ RSSുമായി ബന്ധം പുലർത്തുന്നു, അല്ലെങ്കിൽ RSSുകാരാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. അതൊരു വസ്തുതയാണ്. 79-ൽ കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 4 മണ്ഡലം: കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ ഘട്ടത്തിലാണ് ഈ ചർച്ച സജീവമാകുന്നത്. അന്നാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം വരുന്നത്, ഞങ്ങൾക്ക് RSS വോട്ട് വേണ്ട എന്നാണോ അത്തരമൊരു ചർച്ച ഉയർന്നത് അന്ന്. അപ്പോഴേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് രൂപീകരിക്കപ്പെട്ടത് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ്. അതിൽ RSSും ഇല്ല, അതിൽ BJP പിന്നെ പിൽക്കാലത്താണല്ലോ വരും. BJPയും ഇല്ല, ജനസംഘവും ഇല്ല, ജനതാ പാർട്ടി മാത്രമാണ്. ജനതാ പാർട്ടിയോട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. RSS വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനത്തിന് ശേഷം RSSുമായി കടുത്ത ശത്രുത നിലനിന്ന ഘട്ടത്തിൽ ഈ 4 ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 77-ൽ പിണറായി എന്നൊക്കെ പറഞ്ഞ, പിണറായി ആദ്യമായിട്ട് 77-ലാണോ MLA ആവുന്നത്? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? പിണറായി ആദ്യമായി നിയമസഭയിലേക്ക് അംഗമാവുന്ന 77-ലാണോ? 7 കൊല്ലം മുമ്പ് 70-ലാണ്. ആരോടൊക്കെ മത്സരിച്ച്? ഈ കോൺഗ്രസിനോടും ജനസംഘത്തോടും മത്സരിച്ച് അവരെ തോൽപ്പിച്ചിട്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്.
ആ കാലത്തുടനീളം കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും RSSും CPMും തമ്മിൽ കടുത്ത സംഘർഷങ്ങളും വലിയ തോതിൽ വാർത്തയ്ക്കിടയായിട്ടുള്ള സംഭവങ്ങൾ, കുഞ്ഞിരാമന്റെ കൊലപാതകം ഉൾപ്പെടെ നടക്കുന്ന ഒരു ഘട്ടമാണ്. അതാണ് എന്നും മറക്കരുത്. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം വായിച്ചാൽ ബാക്കി അതിലില്ല. അതിനുശേഷം ഈ RSSും സ്വാധീനിക്കുന്നു ജനതാ പാർട്ടിയെ എന്ന വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം ബന്ധം വിച്ഛേദിച്ചു. 80-ൽ തെരഞ്ഞെടുപ്പ് വന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. 80-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ജനതാ പാർട്ടിയുമായി, ഏത് അപ്പോഴേക്ക് RSS സ്വാധീനമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ജനതാ പാർട്ടി, പണ്ടതില്ല, ആ ജനതാ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെട്ടു. ആ സഖ്യത്തിന്റെ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? ഈ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മറന്നോ? 1980-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? ആ പേര് O. രാജഗോപാലൻ എന്നാണ്. O. രാജഗോപാലിന് വോട്ട് പിടിച്ച് നടന്നവരാണ് കോൺഗ്രസ് എന്നോർത്ത് വെച്ചോളണം. ആ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ KG മാരാർ ആ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായിരുന്നു. പെരിങ്ങളം മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ RSSുകാരൻ KG മാരാരെ പെരിങ്ങളത്ത് തോൽപ്പിച്ചയാളാണ് ഇന്ന് എലത്തൂരിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ. അന്നും ഇന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് എടക്കാട് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് മുൻ KPCC പ്രസിഡന്റ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് ചവറയിലും ഒറ്റപ്പാലത്തും RSSന്റെ നേതാക്കളാണ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്, കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അവരെ പരാജയപ്പെടുത്തിയവരാണ് ഇടതുപക്ഷം. അപ്പോൾ ഇതാണ് ഇവരാരോപിക്കുന്നതിലെ കാര്യം. ഞങ്ങൾ സഹകരിച്ചത് 77-ൽ ജനതാ പാർട്ടിയുമായിട്ടാണ്. എന്നാൽ അതേ ജനതാ പാർട്ടിയിൽ RSSന്റെ സ്വാധീനം പ്രകടമായി എന്ന് ആരോപിക്കപ്പെട്ട ഘട്ടത്തിൽ കോൺഗ്രസ് ആണ് കൂട്ടുകെട്ടുണ്ടാക്കിയത്. അന്ന് രാജഗോപാലും KG മാരാരും അവരുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥികളാണ്. EMSോ മറ്റാരെങ്കിലുമോ നിങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരോടൊപ്പം ഇരുന്നിട്ടുള്ളത് 77-ൽ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുമ്പോഴാണ്. അത് അടർത്തി മാറ്റുമ്പോൾ 80-ലെ അവരുടെ മുന്നണി സ്ഥാനാർത്ഥിയാണ് ഈ മാരാർ എന്ന് മറന്നു വരുന്നത്. പിന്നെ മാരാർ എഴുതിയ ആത്മകഥയുണ്ടല്ലോ, അതെന്താ മറന്നുപോയി? മാരാർ എഴുതിയ ആത്മകഥയിൽ ഒരധ്യായം പാഴായ പരീക്ഷണങ്ങളാണ്. അത് വായിച്ചാൽ എന്തായിരുന്നു കോൺഗ്രസും RSSും തമ്മിലുള്ള അന്തർധാര, രഹസ്യ ബാന്ധവം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ പരസ്യമാണ്. പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമല്ല, അത് വസ്തുതയാണ്. പട്ടാമ്പിയും പാലക്കാടും ബേപ്പൂരും വടകരയും ഒക്കെ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ രഹസ്യധാരണകളുടെ ആഴവും വ്യാപ്തിയും അത് ഈ KG മാരാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ KG മാരാരുടെ ചിത്രമൊക്കെ എടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തെ വിശ്വാസമായിരിക്കുമല്ലോ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട്. ഇനി അതൊക്കെ പോട്ടെ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സംഭാവനയല്ലേ 14 NDA സ്ഥാനാർത്ഥികൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP മുന്നണിയുടെ 14 സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നൽകിയ സംഭാവനയാണ് സമീപ സമയത്ത്. ഇനി അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് NDA ഘടകകക്ഷിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള 2020യുമായി ചേർന്നല്ലേ കോൺഗ്രസ് ഭരിക്കുന്നത്. എന്നിട്ട് ഡീലിനെ കുറിച്ച് പഠിപ്പിക്കാൻ വരിക. ആദ്യം NDA ഘടകകക്ഷിയുടെ പിന്തുണയോടുള്ള പഞ്ചായത്ത് ഭരണം അവസാനിപ്പിക്കാൻ പറ പ്രതിപക്ഷ നേതാവിന്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റത്തൂര് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച കോൺഗ്രസ് നേതാവല്ലേ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്? താമര അടയാളത്തിൽ ജയിച്ച BJPയുടെ പിന്തുണയോടെ എത്രയിടത്ത്? ഞാൻ എറണാകുളം തൊട്ടടുത്ത് തൃശ്ശൂരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും പ്രബലമായി നിൽക്കുന്ന RSS കോൺഗ്രസ് ഡീലിന്റെ സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ എന്തെങ്കിലും കഥകൾ പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചോദിച്ചു ഈ ഡീൽ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനെയും തെരഞ്ഞെടുപ്പിനെയും കച്ചവടമായി കണക്കാക്കുന്ന സംസ്കാരവും അവരുടേതാണ്. ഞങ്ങൾ കടുത്ത സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പോൾ കോൺഗ്രസ് CPM സംഘർഷം ഉണ്ടായാൽ, അപ്പം അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പോൾ കുറച്ചു കാലമായിട്ടില്ല, നല്ലത്, പക്ഷെ മുൻപുണ്ടായിട്ടുണ്ട്. ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് CPM സംഘർഷം പോലെ RSS CPM സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടാതിരിക്കാനും സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കക്ഷികൾ തമ്മിലും സർവകക്ഷി എന്ന നിലയ്ക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരവും അല്ലാതെയും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെ ഭാഗമായാണ് കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും വലിയൊരളവോളം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ പൊതു താല്പര്യത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്. അത് CPM RSS സംഘർഷം നടക്കുമ്പോൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ടി വരും നേതൃത്വം സമാധാനം ഉണ്ടാക്കാൻ. CPM കോൺഗ്രസ് സംഘർഷം നടക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കാൻ ചർച്ച ചെയ്യേണ്ടി വരും. അതിനൊന്നും തെരഞ്ഞെടുപ്പിൽ മറ്റു പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ല. ഞാൻ പറയാത്തൊരു വാക്ക് അതിനിടയിൽ തിരികെ അവരുടെ നേതൃത്വത്തിൽ, ഞാൻ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ആവശ്യമനുസരിച്ച് എന്നാണ്. സമൂഹത്തിൻ്റെയും ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ആവശ്യപ്രകാരം നടന്നിട്ടുള്ള ചർച്ചകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള ബന്ധമുള്ള ഒരു വാക്ക് അവർ കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പിൽ ഡീല്, കച്ചവടം തുടങ്ങിയ വാക്കുകൾ അവരുടെ കുത്തകയാണ്. അവർക്കറിയുന്ന കാര്യമല്ലേ അവർക്ക് പറയാൻ പറ്റൂ. ഞങ്ങൾക്കറിയുന്ന കാര്യമില്ല ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. അവരിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ വികസനം പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 60 മുതലുള്ള ഡീൽ അങ്ങ് വിശദമായി പറയാൻ ഞങ്ങൾക്ക് പറ്റി. ഞങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനെങ്കിലും മറുപടി പറയാൻ പറ്റും. ഇപ്പം അവരുടെ വക്താക്കളായി ഇവിടെ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. എനിക്കൊരു വിരോധമില്ല, അത് നല്ലതാണ്. അവരുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റുമല്ലോ. ഈ നിമിഷം വരെ EMSനെ തോൽപ്പിക്കാൻ ദീനദയാൽ ഉപാധ്യായയുടെ കാലു പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ കുറിച്ച് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ കോൺഗ്രസിന്? ഞങ്ങൾ മറുപടി ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഇന്നോളം മറുപടി പറഞ്ഞിട്ടില്ല. AKGയെ തോൽപ്പിക്കാൻ ജില്ലാ കാര്യവാഹകനെ കോൺഗ്രസ് സംയുക്ത സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ച് മറുപടി പറയാൻ പറ്റുമോ? ബേപ്പൂര് വടകര മറുപടി പറയാൻ പറ്റുമോ? എന്തിന് ഞാനിപ്പോൾ പറഞ്ഞ പുത്തൻകുരിശ് പഞ്ചായത്ത്, ഇവിടുന്ന് കൈ ചൂണ്ടിയെ കാണുന്ന പഞ്ചായത്തല്ലേ, അവിടെ NDA ഘടകകക്ഷിയുടെ തോളിൽ കയറി ഇരുന്നിട്ടല്ലേ പഞ്ചായത്ത് ഭരിക്കുന്നത്? അതിന് മറുപടി പറയാൻ പറ്റുമോ? അപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ ഒരു അവസരം കിട്ടി, അത്രയേ ഉള്ളൂ. നല്ല കാര്യം. അതാണ് പറഞ്ഞത്, കോൺഗ്രസിന് എന്തും പറയാൻ മടിയുണ്ടാവില്ല. തൃപ്പൂണിത്തുറ തന്നെ നമുക്ക് എടുക്കാം. തൃപ്പൂണിത്തുറയിൽ എത്ര കാലമായി ഡീല് തുടങ്ങിയിട്ട്? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിക്കൂ. തൃപ്പൂണിത്തുറ നഗരസഭ ഇപ്പോൾ BJP ഭരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ തവണ BJP പ്രതിപക്ഷമായിരുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 8 കൗൺസിലർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2-3 കൗൺസിലർമാർ കൂടുതൽ കിട്ടി, പക്ഷേ 3ാം സ്ഥാനത്താണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരും. ഇതെങ്ങനെയാണ് വരുന്നത്? അപ്പോൾ 3ാം സ്ഥാനത്ത് BJP പോകും. കാലങ്ങളായി തൃപ്പൂണിത്തുറയിൽ നഗരസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് കോൺഗ്രസിനും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് BJPക്കും. ഇത് എത്ര കാലമായിട്ടുള്ള കച്ചവടമാണ്, എത്ര കാലമായുള്ള ഡീലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ മറന്നോ? ഞാൻ പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാനത് പറയണ്ടെന്ന് കരുതിയതാണ്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് BJP സ്ഥാനാർത്ഥി പരസ്യമായിട്ട് പറഞ്ഞു. വോട്ട് വാങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വോട്ട് നഷ്ടപ്പെട്ട BJP സ്ഥാനാർത്ഥിയും ഈ കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചതാണ് കഴിഞ്ഞ തവണ. ഈ തവണ അവിടെ 2020യുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിയ ഡീൽ കുറച്ചുകൂടി സുഗമമായി നടത്താനാണ്. അതിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ വടവുകോട് പുത്തൻകുരിശ്. ഇവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ചരിത്രത്തിൽ വേരുകളുള്ള സംഘപരിവാർ കോൺഗ്രസ് ഡീലിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഇതെല്ലാം. അക്കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ശക്തനായ സ്ഥാനാർത്ഥിയാണോ? അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളെക്കാളൊക്കെ ശക്തൻ അദ്ദേഹമാണോ കോൺഗ്രസിന്റെ? ആണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം പിടിച്ചു വെച്ചത് ആണല്ലേ? ആയിക്കോട്ടെ. അല്ല, ഞാൻ മറുപടി പറയാം. ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചു.
ആ ഞങ്ങൾ കഴിഞ്ഞ തവണ സനിലും സ്വതന്ത്രനായിരുന്നില്ലേ? ആണോ? കഴിഞ്ഞ വർഷം ആ അല്ല, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഒരു പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ചോദിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങളിപ്പോൾ 2011 മുതൽ കുറച്ച് പുറകിലാണ്. ഞങ്ങൾ ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. എന്നാൽ മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പുറകിലായി. അത് മറികടക്കാൻ വേണ്ടിയാണ് ഞങ്ങളവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും പരിശ്രമിച്ചത്. നല്ല കരുത്തരായ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചു, പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സ്വതന്ത്രനെ മത്സരിപ്പിച്ചു. ഈ ചോദ്യം അന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രതികരിച്ചത്. നിങ്ങളൊരു കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണ്ടേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടി. അപ്പോൾ ഒരു സ്വതന്ത്രനെ അവിടെ മത്സരിക്കാൻ നിയോഗിച്ചത് കൊണ്ട് ഒരല്പം മുൻപോട്ട് വരാൻ കഴിഞ്ഞു. ജയിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സർവ്വസ്വീകാര്യതയുള്ള, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ നാടിനാകെ പ്രിയങ്കരനായ, കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾക്ക് ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇന്ന് എന്നോട് ചോദിച്ച ഈ ചോദ്യം അവിടുത്തെ സാഹചര്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴുള്ള മാറ്റം അറിയാത്തതുകൊണ്ടാവും ഞാൻ കരുതുകയാണ്. അവിടെ ഇപ്പോൾ ഏറ്റവും ബലവാനായ സ്ഥാനാർത്ഥി റസാഖാണ്. റസാഖ് അവിടെ ജയിക്കും. ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന മത്സരമാണ് അവിടുത്തെ മത്സരം. ബാക്കിയുള്ളവരെല്ലാം പറയുന്ന അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും ഈ സന്ദർഭത്തിലില്ല. അല്ല, ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് മറുപടിക്കല്ലാതെ നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? വാർത്താ സമ്മേളനമല്ലേ, ചോദിച്ചാൽ മറുപടി പറയും. ഈ മറുപടി വേണ്ടാന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഒഴിവാക്കും. അല്ല, വശം ചൂണ്ടിക്കാണിക്കലല്ലോ. ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് മറ്റൊരു ചോദ്യം കൊണ്ട് വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതിനല്ലേ വാർത്താ സമ്മേളനം. ഞാൻ മറുപടി പറയാം. കൊടുത്തിട്ടില്ല എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം, മറുപടി ഏത് തെരഞ്ഞെടുപ്പിലും ചില അവസരാധിഷ്ഠിതമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥികളുടെ അനുഭവങ്ങൾ പുതിയതല്ല. ഞാനതിൽ ഓരോരുത്തരെയായി പരിശോധിക്കാനോ വ്യക്തിപരമായി മാർക്കിടാനോ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞാൻ ആദ്യം ഇവിടെ പറയാൻ കാരണം, കേരളത്തിൽ ഇന്നോളമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഡസനിലധികം സ്ഥാനാർത്ഥികൾ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിൽ മത്സരിച്ചു. അതിൻ്റെ വൈപുല്യമാണ്, അതിൻ്റെ ആ ഒരു വലുപ്പമാണ് ഞാനിവിടെ ചോദിക്കുന്നത്. അല്ല, ഇനി അതും നിങ്ങളെ ഞാൻ തിരുത്താം. അതുപോലെയല്ല, നിങ്ങൾ പറഞ്ഞ തളിപ്പറമ്പാണ്, ഇനി അടുത്ത് പറയാം പയ്യന്നൂരാണ്, അതിൻ്റെ അടുത്ത് ചിലപ്പോൾ പറയാം അമ്പലപ്പുഴയാണ്. ഇവിടെയെല്ലാം ഈ പറഞ്ഞ NDAക്ക് സംഭാവന ചെയ്തതുപോലെ സ്ഥാനാർത്ഥികളെ CPM സംഭാവന ചെയ്തു എന്നൊരു ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റില്ല. കാരണം അവരെല്ലാം സ്വതന്ത്രരായി മത്സരിച്ചപ്പോൾ അവിടെ പോയി പിന്തുണ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണെങ്കിൽ നിങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞവരെല്ലാം ഔദ്യോഗിക ചിഹ്നത്തിൽ, NDAയുടെ ചിഹ്നത്തിൽ, താമരയിൽ, മറ്റുള്ളവരുടെ ചിഹ്നത്തിൽ പോയി മത്സരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വതന്ത്രൻ മത്സരിച്ചിട്ട് അവിടെ പോയി പിന്തുണ കൊടുക്കുന്നതും ആ മുന്നണിയിലേക്ക് കയറി ചെന്ന രാഷ്ട്രീയം സ്വീകരിച്ച് മത്സരിക്കുന്നതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി പറഞ്ഞു. അതിലൊരു ഫാക്ച്വൽ എറർ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് പ്രസ്താവനയും ശരിയല്ല. ബാക്കി അല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും, പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട്, ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ മാധ്യമങ്ങളെ കാണുന്ന ആദ്യമായിട്ടാണ്. ഇതിനു മുൻപ് സംസാരിച്ച നേതൃത്വം എല്ലാം വിശദീകരിച്ചൊരു കാര്യമാണ്. അവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാൻ എനിക്കതിലില്ല. ആ കാര്യങ്ങൾ തന്നെ ഞാനും നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഇല്ല, അത് ആവശ്യമായത്ര കേരളത്തിൻ്റെ മുമ്പാകെ തുറന്നു കാട്ടിയിട്ടുണ്ട്.
മാത്രവുമല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടാണ് അവരിപ്പോൾ പരസ്യമായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം അവരാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആയിരുന്നില്ല നമ്മുടെ തർക്ക വിഷയം. വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അവരാദ്യം വോട്ടേ ചെയ്യുമായിരുന്നില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ടേ ചെയ്യുമായിരുന്നില്ലല്ലോ, പിന്നീട് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച സമയത്ത് സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന നിലവും അതൊക്കെ അവരുടെ കാര്യം. ഞാൻ അതിനൊന്നും അല്ല ഇപ്പോൾ പറയും. ഞങ്ങൾ വിമർശിച്ചത് UDFിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവർ ഏറ്റെടുത്തു. അവരായി UDFിൻ്റെ പ്രചരണങ്ങൾ നിശ്ചയിക്കുന്നത്, പ്രചരണ മുദ്രാവാക്യങ്ങൾ നിശ്ചയിക്കുന്നത് അവരായി മാറി. കടുത്ത ഇടതുപക്ഷ വിരുദ്ധത, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ആവശ്യമായൊരു ഘട്ടം വന്നാൽ നമുക്ക് പോവാം, പ്രചരിപ്പിക്കുന്നവരായി അവർ മാറി. അപ്പോൾ നമുക്കതിനെ വിമർശിക്കേണ്ടി വരും, അത് തുറന്നു കാണിക്കേണ്ടി വരും. അത് തുറന്നു കാണിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു 1-1.5 വർഷക്കാലത്തെ 1-2 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചാനലിലൂടെയും അല്ലാതെയും സമൂഹത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങൾ തൊട്ടടുത്ത ദിവസം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുദ്രാവാക്യമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ല, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാൾവഴി കണക്ക് എനിക്ക് പറയാൻ സാധിച്ചേക്കില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എങ്ങനെ? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അല്ല ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, കംപ്ലീറ്റ്. കേരളത്തിൽ BJPക്കെതിരായി ഒരാൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വോട്ട് ആർക്കാ ചെയ്യുക? BJPയെ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമായി സ്വീകരിക്കുന്നത്, ഇനി BJP പ്രബലമായിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ നേരിട്ട് അവരുമായി ഏറ്റുമുട്ടുന്നത് ആരാ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലേ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവരുടെ ലക്ഷ്യത്തെ നിങ്ങൾ തെറ്റായി ധരിച്ചോ എന്ന് എനിക്കറിയില്ല. അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് UDFിനെ പിന്തുണയ്ക്കലാണ് എന്ന് അവർ തന്നെ ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ മറിച്ചൊരു വിശ്വാസത്തിൽ നിൽക്കുന്നത് ശരിയായിരിക്കില്ല. എവിടെ? അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട. അല്ല, പറയാം. അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട, തെറ്റായി വ്യാഖ്യാനിക്കണ്ട. അവർക്ക് അവരുടേതായ ചില തന്ത്രങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ പറയും, അതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ പറയണമെന്നൊന്നും കരുതിയിട്ടല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കുറച്ചു കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരന്തരം വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്ന് സംസാരിക്കണം, ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അല്ല, ഒരു സൗഹൃദ സംഭാഷണം, ഒന്ന് കാണാനാണ്, പരിചയപ്പെടാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് എന്ത് എന്നല്ലേ ചിന്തിക്കും. എന്നാൽ ജമാഅത്ത് കേന്ദ്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? ഏതെങ്കിലും വിധേന ആളുകളെയൊക്കെ വിളിച്ച് അഭ്യർത്ഥിച്ച് ഒരു സൗഹൃദം, ഒരു കൂടിക്കാഴ്ച, ഒന്ന് കാണണം, വെറുതെ പൊതുകാര്യങ്ങൾ സംസാരിക്കാനാണ്, ഒരു 5 മിനിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ ധാരണയുണ്ടാക്കി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിലപാട് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഒരു ശരിയായ സമീപനമാണോ? അതല്ല. അത്തരത്തിലുള്ള പല സമീപനങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ച സ്നേഹിതനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അങ്ങനെ സംസാരിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്നെനിക്ക് പറയേണ്ടതായി വന്നു. അപ്പോൾ പല നമ്മുടെ നേതാക്കളെയും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയും, ഏതെങ്കിലും ഒരു നേതാവ് ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊരു പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് മുഖം കാണിക്കാൻ, കാണാൻ, സൗഹൃദം പുതുക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന്, ഇഫ്താറിന് ക്ഷണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പിന്നീട് ചർച്ചയാണ് എന്നൊക്കെ പറയുന്നതൊന്നും രാഷ്ട്രീയമായി ഒരു മര്യാദയോ അന്തസ്സുറ്റ നിലപാടോ അല്ല. സാന്ദർഭികമായ ഒരു അവസരം കിട്ടിയോണ്ട് ഞാനിപ്പോൾ പറയുന്നത്.
സാഹചര്യത്തിൽ നിന്ന് നിങ്ങളൊരു വാചകത്തെ അടർത്തി മാറ്റുകയാണ്. അതിനി മറുപടി പറഞ്ഞിട്ട് അതൊരു പ്രധാന വാർത്തയാക്കാൻ ഞാൻ വരുന്നേണ്ട. ഓരോ സാഹചര്യത്തിലും ഏത് സംഘടനയെക്കുറിച്ചും ആവശ്യം വേണ്ട നിലപാടും അഭിപ്രായവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാവിയിലും തുടരും. അവിടെ നിർത്താം. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അതിനെക്കുറിച്ച് കേട്ടു. അതിനെ സംബന്ധിച്ച് സർക്കാർ ജയിപ്പിച്ചു എന്ന് അങ്ങനെ ആരെയും പറയുന്നുണ്ടോ? കോൺഗ്രസ് ചിലപ്പോൾ പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ നിയന്ത്രണം, പോലീസ് മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും നിയന്ത്രണം തത്വത്തിൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇതിനു മുൻപും, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും വന്ന ഒരു കത്തിൽ BJPയുടെ സീൽ വന്നൊരു പ്രശ്നം വന്നല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേജിൽ. അതിപ്പോൾ കാണാനില്ലല്ലോ, നിങ്ങളാരെയും കണ്ടു? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലൊരു നടപടിക്ക് വിധേയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഊഹിക്കുന്നതാണ്. അപ്പോൾ ഇത് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അതിൽ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെതാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ വ്യാപകമായി ഇപ്പോൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിനോടെല്ലാം വിയോജിപ്പാണുള്ളത്. അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾക്കതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. പക്ഷേ ആ ഭാരം ഈ തലയിലേക്ക് കൊണ്ടുപോക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യം അത് ഇടതുപക്ഷം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്കും ആ തരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഇപ്പോൾ സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. മനോരമയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാം ഇതാണ് സാഹചര്യം. അതിൻ്റെ മറുപടിയാണ് ഇത് പറഞ്ഞത്. എന്നോടാ ചോദ്യം? ഞാൻ പ്രതികരിച്ചത് സംബന്ധിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നടപടിക്ക് വിധേയമായി എന്നാണ് പറഞ്ഞത്. എല്ലാവരും സംസാരിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ്. കേരള പോലീസ് ഇപ്പോൾ ഈ നടപടികളെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണെന്നും നിയമപ്രകാരം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഈ സംവിധാനങ്ങളെയെല്ലാം നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അതല്ലാതെ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അല്ല. ഇപ്പോൾ ഒരു സ്ഥലമാറ്റം നടത്താൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ ഈ മറ്റെന്താ പറയുക, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തർക്കമറ്റ കാര്യങ്ങളിൽ ഒരു സംശയം ഉന്നയിക്കുന്നത് ഉചിതമായ കാര്യമല്ല. കോൺഗ്രസ് പറയും, കോൺഗ്രസ് എന്തു പറയും, അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തിയില്ല. അല്ല, അതിനല്ലേ മറുപടി പറയുന്നത് നമ്മൾ. 60 മുതലുള്ള പരസ്യ ബാന്ധവം. ഇപ്പം ആരോപണം ഉന്നയിക്കുന്നത് എന്താ? രഹസ്യ ബാന്ധവത്തെക്കുറിച്ചല്ലേ ആരോപണം. പരസ്യ ബാന്ധവങ്ങൾ ആരോപണമല്ലല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ. അപ്പോൾ EMSനെ തോൽപ്പിക്കാൻ കൈകോർത്തവർ, ഒന്നാം കേരള ഡീൽ അതാണ്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ആരാണ് ഈ കള്ളക്കച്ചവടത്തിന് നേതൃത്വം കൊടുത്തവർ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇല്ലല്ല, അത് ജനങ്ങൾ ശരിയായി മനസ്സിലാക്കും. കാരണം തൃശ്ശൂരിൽ നിന്ന് BJPയുടെ പ്രതിനിധി ചരിത്രത്തിൽ ആദ്യമായി ജയിക്കുമ്പോൾ അതിനൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. 86,000 വോട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ചോർന്നു. 86,000 അല്ല, ലക്ഷത്തിലധികമാണ്. കാരണം മുൻവർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു വോട്ട് വർധന വരുമല്ലോ, പുതിയ വോട്ടർമാരൊക്കെ വരുമ്പോൾ. അപ്പോൾ 1,00,000 വോട്ട് അങ്ങനെ തന്നെ കച്ചവടം നടത്തി കൈ കൊടുത്തിട്ട് ഞങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. ഞങ്ങൾക്കോ 16,000 വോട്ട് വർദ്ധിക്കുകയാണ്. ന്യായമായി വരേണ്ട വർധനവ് ഞങ്ങൾക്ക് വന്നു. 1,00,000 കോൺഗ്രസ് വോട്ടിൻ്റെ ബലത്തിൽ ജയിപ്പിച്ചു. എന്നിട്ട് അതിനിപ്പോൾ ഞങ്ങളോട് മറുപടി പറയണം. 1000 കള്ളം 10,000 തവണ ആവർത്തിക്കുക എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കള്ളം കള്ളമായിട്ട് നിലനിൽക്കും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കും.
ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുന്നില്ല. ഒന്ന് ഈ പേജുകളെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ നവമാധ്യമങ്ങളിൽ കുറച്ച് മാത്രം ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ശ്രദ്ധയിലൊക്കെ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് ലഘൂകരിക്കരുത്. നമുക്ക് വേണമെങ്കിൽ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് കളവ് പറഞ്ഞു എന്നുള്ള വാക്കൊക്കെ ഒഴിവാക്കാം. പകരം അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തിയെന്നോ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറയാം. ഇനിയൊരു കള്ളം പറഞ്ഞു, പച്ചക്കള്ളൻ, പച്ചക്കള്ളം, നുണയൻ എന്നൊക്കെ പറയുന്നത് ഒരു പാർലമെന്ററി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വിമർശനമുണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ ഒന്ന് നല്ല ഭാഷ, ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്ന ഒരു കാലമാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഗതി കളവല്ലേ പറയുന്നത്, ഓരോ ദിവസവും പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ തന്നെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഒരു സങ്കോചവും ഇല്ലാതെയല്ലേ പറയുന്നത്. ഓർത്തു വെക്കാൻ പറ്റുമോ എത്ര എണ്ണ എന്ന് പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ, മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റേ അദ്ദേഹം ഇട്ടിട്ടില്ല, പറഞ്ഞില്ലേ? 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞില്ലേ, എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, ഞാൻ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, പറഞ്ഞില്ലേ? അങ്ങനെ എത്ര 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 ഞാനൊന്നും ആവർത്തിച്ചൂടെ പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിലേക്കൊക്കെ പുതുതായി കടന്നു വരുന്ന തലമുറ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞത, രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് രീതി എന്ന് പഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആര്? അത് മറ്റേ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ സ്വഭാവമായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിന് ആധാരമായിട്ടുണ്ടാവുക. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10,000-കണക്കിന് സർക്കാർ സ്കൂളുകൾ ഇന്ത്യയിലാകെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 90,000 എന്നൊക്കെ ഒരു കണക്ക് പറയുന്നത് കേട്ടു. ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഏകദേശം അത്ര ഉണ്ടെന്നാണ് വെയ്പ്പ്. കർണാടകയിൽ 3,500ഓളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നാണ് പറയുന്നത്. കേരളത്തിൽ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ സർക്കാർ പള്ളിക്കൂട് ഒരെണ്ണം അടച്ചുപൂട്ടിയിട്ടില്ല, ഒരൊറ്റ എണ്ണം. അതാണ് സത്യം. പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ എണ്ണം 10 കൊല്ലത്തിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ടില്ല, ആധികാരികമായിട്ട് പറയും. എന്നാൽ പിന്നെ ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. നമുക്ക് ഇടയ്ക്ക് കാണാം.